فأوجس في نفسه خيفة موسى قلنا لا تخف إنك أنت الأعلى وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وألق ما في يمينك تلقف ما صنعوا إنما صنعوا كيد ساحر ولا يفلح الساحر حيث أتى فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എങ്ങനെ പടച്ചെറുപ്പിന്റെ വിധികളൊക്കെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഈമാനുള്ളവരായി ജീവിച്ച് മരിച്ചു പോകാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയുടെ 28ാമത് ക്ലാസ്സിൽ 69ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പരിശോധിച്ച് തുടങ്ങാനുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമയുടെ സുദീർഘമായ ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മൂസാ നബിയും സാഹിറന്മാരും തമ്മിലുള്ള ഒരു മത്സരം നടക്കുന്ന വേദിയിലാണ്. അവിടെ സാഹിറന്മാർ അവരുടെ ഹിബാലുഹും വഇസിയുഹും 66ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന കയറുകളും വടികളുമൊക്കെ അവർ നിലത്തേക്കിട്ടു. മൂസാ നബിക്ക് പോലും അത് ഓടി നടക്കുകയാണ് എന്ന് തോന്നി. അദ്ദേഹത്തിന് ഭയം തോന്നുകയുണ്ടായി. അല്ലാഹു പറഞ്ഞു, ലാ തഖഫ്. 68ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത് പോലെ ലാ തഖഫ്, നീ പേടിക്കരുത്. ഇന്നക അന്തൽ ആല, നീയാണ് ഏറ്റവും ഉന്നതിയിലെത്തുന്നവർ,
എന്ന് അദ്ദേഹത്തോട് അള്ളാഹു സംസാരിക്കുകയാണ്. മാനസികമായ സമാധാനം നൽകി, പേടിക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് എന്താണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉള്ള നിർദ്ദേശമാണ് 69-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. നോക്കാം നമുക്ക്. وَأَلْقِ مَا فِي يَمِينِكَ تَلْقَفْ مَا صَنَعُوا إِنَّمَا صَنَعُوا كَيْدُ سَاحِرٍ وَلَا يُفْلِحُ السَّاحِرُ حَيْثُ أَتَى. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിന്റെ വലത് കൈയിലുള്ളത് നീ ഇട്ടേക്കുക. അദ്ദേഹത്തിന്റെ വലത് കൈയിലുള്ളത് വടിയാണ് എന്ന് നേരത്തെയുള്ള പല വിശദീകരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം കൂടെ കൊണ്ടു നടക്കുന്ന ഒരു വടി, ആടുകൾക്ക് ഇല തച്ച് കൊഴിച്ച് വീഴ്ത്തി കൊടുക്കാറുണ്ടായിരുന്ന ഒരു വടി, അദ്ദേഹം ഊന്നി നടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വടി, അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഒരു സഹചാരി എന്ന നിലക്ക് ഉണ്ടായിരുന്ന ഒരു വടി, ആ കയ്യിലുള്ള കാലങ്ങളായി കൊണ്ടു നടക്കുന്ന ആ വടി താങ്കൾ ഇട്ടേക്കുക. വലത് കൈയിലുള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലത് കൈയിലാണ് അദ്ദേഹത്തിന്റെ ഈ വടിയുള്ളത്. അങ്ങനെ ഇട്ടാൽ എന്താണ് സംഭവിക്കുക? അൽഖി, താങ്കൾ ഇടുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടാൽ എന്ത് സംഭവിക്കും? തൽഖഫ് മാ സനഉ, അവർ ഉണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും. തൽഖഫു, അത് വിഴുങ്ങും. മാ, ഒന്ന്, സനഉ, അവർ ഉണ്ടാക്കി. സനഅ, അവർ പ്രവർത്തിച്ചുണ്ടാക്കിയ, അവർ മെനഞ്ഞുണ്ടാക്കിയ അവരുടെ തന്ത്രങ്ങൾ, അവരുടെ സംഗതികളൊക്കെ ഇതോടെ നിന്റെ കയ്യിലുള്ള ആ വടി വിഴുങ്ങിക്കൊള്ളും. ഇന്നമാ സനഉ കൈദു സാഹിർ, അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരന്റെ തന്ത്രം മാത്രമാണ്, അതിനപ്പുറം മറ്റൊന്നുമില്ല. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിയാവുകയില്ല. സാഹിർ എന്നാണ് ഉപയോഗിച്ചത്. സാഹിറിന്റെ കൈത് മാത്രമാണ് എന്നാ പറഞ്ഞത്, കുതന്ത്രങ്ങൾ മാത്രമാണ് അവരവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന്. ഈ സാഹിർ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല എന്ന ഒരു പരമാർത്ഥം കൂടെ അവിടെ എടുത്ത് പറയുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ ജാലവിദ്യക്കാരൻ എന്നാണ്. ജാലവിദ്യക്കാർ മറ്റാരോടെങ്കിലും സാധാരണയായി മത്സരിക്കാനൊന്നുമില്ല. ജാലവിദ്യക്കാർ സാധാരണയായി അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ കഴിവുകളോടും മത്സരിക്കുന്ന ആളുകളല്ല. പക്ഷേ സാഹിർ എന്നുള്ളത് മാരണക്കാരൻ എന്ന അർത്ഥത്തിലുള്ള സാഹിറും, അതേപോലെയുള്ള ചെപ്പടി വിദ്യകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നവരും പടച്ചവനോട് പലപ്പോഴും പടച്ചവന്റെ കഴിവുകൾക്ക് അതീതമായിട്ട് അവർക്ക് പലതും ചെയ്യാൻ കഴിയുമെന്നൊക്കെ വാദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്, ഒരിക്കലും തന്നെ ഇത്തരത്തിലുള്ള ചെപ്പടി വിദ്യ കാണിക്കുന്ന ആളുകൾ വിജയിയാവുകയില്ല എന്ന കാര്യം പ്രത്യേകമായി ഖുർആനോട് അവിടെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പൊ ആയത്തിന്റെ അർത്ഥം നമ്മൾ നോക്കാം. നിന്റെ വലത് കൈയിലുള്ളത് അഥവാ വടി നീ ഇട്ടേക്കുക. അവർ ഉണ്ടാക്കിയതെല്ലാം അത് വിഴുങ്ങിക്കൊള്ളും. അവരെന്തൊക്കെയോ അവിടെ വടികളും കയറുകളും ഒക്കെ ഇട്ടുകൊണ്ട് അവർ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ നിന്റെ കയ്യിലുള്ള ഈ വടി നിലത്തിട്ടാൽ അവയെല്ലാം തന്നെ അത് വിഴുങ്ങിക്കൊള്ളും. കാരണം അവരുണ്ടാക്കിയത് ജാലവിദ്യക്കാരന്റെ ചില തന്ത്രങ്ങൾ മാത്രമാണ്. ഇന്നമാ സനഉ, ഇന്നമാ തീർച്ചയായും ഒന്ന് മാത്രമാണ്, സനഉ അവർ ഉണ്ടാക്കിയിരിക്കുന്നു, കൈദു സാഹിറിൻ, സാഹിറിന്റെ ഒരു തന്ത്രം. വലാ യുഫ്ലിഹു, വിജയിക്കുകയില്ല, അസ്സാഹിറു, ജാലവിദ്യക്കാരൻ, മാരണക്കാരൻ, ചെപ്പടി വിദ്യക്കാരൻ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ വിശദമായ അർത്ഥങ്ങളിലൂടെ പോയതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഹൈസു അത്ത, എവിടെ ചെന്നാലും അല്ലെങ്കിൽ അവൻ എങ്ങനെ ചെന്നാലും
അത്ത എന്നതിന് വന്നു എന്നും ചെന്നു എന്നും അർത്ഥമുണ്ട്. അവൻ എവിടെ വന്നാലും എവിടെ ചെന്നാലും, അവൻ എങ്ങനെ വന്നാലും എങ്ങനെ ചെന്നാലും, എങ്ങനെയായിരുന്നാലും അവൻ വിജയിക്കാൻ പോകുന്നില്ല എന്ന ഒരു പരമാർത്ഥം കൂടെ വിശ്വാസികളെ അള്ളാഹു ഇവിടെ ഉണർത്തുകയാണ്. ഈ വിശദീകരണത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഭയം അകറ്റി. അദ്ദേഹമാണ് ഉന്നതനെന്ന് ഉറപ്പ് നൽകി അദ്ദേഹത്തിന്. അതിനുശേഷം അദ്ദേഹത്തോട് എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന ഒരു നിർദ്ദേശം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആ നിർദ്ദേശമാണ് ഈ 69-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ കണ്ടു അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിക്ക് നൽകപ്പെട്ട മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിന്റെ അടിസ്ഥാനം, അസ്ലുൽ മുഅ്ജിസത്ത് എന്താണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുകയാണ്. ആ മുഅ്ജിസത്തും ഇവരുടെ സിഹറും തമ്മിലുള്ള വ്യത്യാസം, അവരുണ്ടാക്കിയ ആ സിഹർ കൊണ്ട് തോന്നിപ്പിച്ച എല്ലാ സംഗതികളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസാ നബിയുടെ മുഅ്ജിസത്ത് എന്ന ഈ വടി, ഈ സർപ്പം, അത് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. തൽഖഫ് എന്ന ലഖഫ എന്ന വാക്കിന്റെ അർത്ഥം കണ്ണിമ വെട്ടുന്നത് പോലെ അതിവേഗത്തിലുള്ള ഒരു ചലനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ റാഞ്ചിയെടുത്തു എന്ന് പറയാം. റാഞ്ചിയെടുത്തു, വളരെ വേഗത്തിലും ശക്തിയിലും അതിനെ ഒരു സംഗതി ചെയ്യുന്നതിനെയാണ് തൽഖഫ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വളരെ വേഗതയിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇതാണ് ആ വടിയുടെ പ്രത്യേകത. അവർ ഉണ്ടാക്കിയ സിഹറുകളെ, ആ സിഹർ കൊണ്ട് ജനങ്ങൾക്ക് തോന്നിച്ച സംഗതികളെ മുഴുവനും അത് വിഴുങ്ങിക്കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ ചോദ്യം ഉണ്ടാകാം, അവരുടെ ആ വടികളും കയറുകളും അങ്ങനെ തന്നെ വിഴുങ്ങിക്കളഞ്ഞോ, അല്ലെങ്കിൽ അവർ ജനങ്ങൾക്കിടയിൽ തോന്നിച്ച ആ തോന്നലുകൾ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞു, വടികളിലും കയറുകളിലുമൊക്കെ മെർക്കുറി പുരട്ടിയാൽ മെർക്കുറിയുടെ സഹായം ഉണ്ടെങ്കിൽ പലപ്പോഴും അതൊക്കെ സഞ്ചരിക്കുന്നതായി തോന്നാമെന്ന്, അതൊക്കെയായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ശക്തി ഇല്ലാണ്ടാക്കുകയാണോ ചെയ്തത്, അതല്ല പൂർണ്ണമായി വിഴുങ്ങിക്കളയുകയാണോ ചെയ്തത് എന്ന ചർച്ചയുണ്ട്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് അവിടെ അതിശക്തമായി പ്രവർത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഒറിജിനൽ പാമ്പായി ആയിട്ടാണല്ലോ മൂസാ നബിയുടെ വടി മാറുന്നത്. അപ്പൊ സ്വാഭാവികമായും അതിന് അതിൻ്റെതായ ഏറ്റവും പാരമ്യത്തിലുള്ള ശക്തി എടുത്തുപയോഗിക്കേണ്ടതുണ്ട്. അതൊരു പാമ്പായി മാറി അവിടെയുള്ള എല്ലാ സംഗതികളെയും പിടിച്ചു വിഴുങ്ങുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് പണ്ഡിതന്മാർ പലരും, അല്ലെങ്കിൽ അധികവും പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇവിടെ കൈദു സാഹിർ എന്ന് പറഞ്ഞു, മാരണക്കാരുടെ തന്ത്രം എന്ന് പറഞ്ഞു. ലോകത്ത് ഇങ്ങനെ പല ആളുകളും പലതരത്തിലുള്ള കുതന്ത്രങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെ, നിങ്ങൾ അത്തരം കുതന്ത്രങ്ങളുടെ പിന്നിൽ ഭയപ്പെട്ടു പോകരുത് കേട്ടോ. കേവലം കുതന്ത്രങ്ങളാണ് എന്ന്, ആ കുതന്ത്രങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഒരു യാഥാർത്ഥ്യത്തിലേക്ക് ഈ ആയത്ത് വിരൽ ചൂണ്ടുന്നുണ്ട്. കൈദുൻ എന്ന വാക്കിന്റെ അർത്ഥം എതിരാളിയെ പരാജയപ്പെടുത്താനുള്ള ഗൂഢമായ തന്ത്രം എന്നാണ്. കൈദുൻ എന്ന വാക്കിന്റെ അർത്ഥം ഗൂഢമായ തന്ത്രം എന്നാണ്. എന്നാൽ അള്ളാഹുവിനോടാണോ ഇത്തരത്തിലുള്ള തന്ത്രം അവർ കാണിക്കുന്നത്? അവരുടെ ഏത് വലിയ ഗൂഢമായ തന്ത്രവും അറിയാൻ കഴിയുന്നവനാണല്ലോ പടച്ചറബ്. ആ പടച്ചറബിന്റെ തന്ത്രത്തിന്റെ മുമ്പിൽ ആർക്കാണ് വിജയിക്കാൻ സാധിക്കുക? ജാലവിദ്യക്കാരന്റെ തന്ത്രത്തിനും കൺകെട്ടിലുമൊക്കെ അള്ളാഹുവിന്റെ അപാരമായ കഴിവിന് മുന്നിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. നമ്മളത് ഉറച്ചു വിശ്വസിക്കണം. നമ്മൾക്ക് അതിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാകണം. അതിനാണ് എന്ന് ഈ സന്ദർഭത്തിൽ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആ ആയത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ ഒന്നുകൂടെ കണ്ണോടിക്കുക. എന്തായിരുന്നത്? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഫറോവ എല്ലാവിധ ശക്തികളും ഒരുമിച്ച് കൂട്ടി ആളുകളെ മുഴുവനും അവിടെ സമ്മേളിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മത്സരം സംഘടിപ്പിക്കുമ്പോ വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ് അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പറയുന്നത്. പക്ഷെ ആ വാക്ക് നമ്മളൊന്ന് അവലംബിക്കണം.
നമ്മൾ അതൊന്ന് പിടിക്കണം. ആ വാക്ക് ഏതാണത്? വഅൽഖി മാ ഫീ യമീനിക്, നിന്റെ കൈകളിലുള്ളത് നീ ഇട്ടേക്കൂ എന്ന്. ഇതേപോലെ നമ്മുടെ കൈവശം എന്തെല്ലാം സംഗതികളുണ്ട്. നമ്മുടെ കൈവശമുള്ള സംഗതികൾ അഥവാ പടച്ചവൻ തന്നത്, അത് പ്രയോഗിച്ചാൽ മാത്രം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ലേ? ഞാനും നിങ്ങളും ചിന്തിക്കണം ഇത്. നമുക്ക് അന്തർലീനമായ ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് കണ്ടെത്തലുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ, ആ കഴിവുകളൊക്കെ നമുക്ക് കണ്ടെത്തി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയും. ഞാനും നിങ്ങളും എല്ലാവരും തന്നെ തിരിച്ചറിയണം. നമുക്ക് ഓരോ വ്യക്തിക്കും തനതായ ചില കഴിവുകളുണ്ട്, ചില ശക്തികളുണ്ട്, തീർച്ചയല്ലേ? അവരുടേതായ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ അള്ളാഹു നൽകിയ നമ്മുടെ കൈകളിലുള്ള ആ പ്രത്യേകതകൾ എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അവ എന്താണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം അത്. അവയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും നമ്മൾ അതിനെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ വിജയത്തിലേക്ക് നയിക്കാൻ ആ കഴിവുകൾ കൊണ്ട് സാധ്യമായി എന്ന് വരും. പാടാൻ കഴിയുന്ന ആളുകളുണ്ട്, പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്, വരയ്ക്കാൻ കഴിയുന്നവരുണ്ട്, നന്നായി പാചകം ചെയ്യാൻ കഴിയുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കഴിവുകളില്ലേ? ആ കഴിവുകളിലൂടെ തന്നെ അത്തരത്തിലുള്ള കഴിവുകളെ പരിപോഷിപ്പിച്ചുകൊണ്ട് അവർക്ക് പല രംഗത്ത് ശോഭിക്കാൻ സാധിക്കുമെന്നത് തീർച്ചയാണ്. അത് സ്വാഭാവികമായും നമ്മുടെ വ്യക്തി ജീവിതത്തിലുള്ള ചില സംഗതികളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമുക്കത് വിജയിക്കാൻ സാധിക്കാം? ഇത് പടച്ചോൻ ആയിട്ട് എനിക്ക് തന്ന എന്റെ പ്രത്യേകതയായി അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കഴിവാണ്, നൽകിയിരിക്കുന്ന ഒരു കഴിവാണ് എന്ന് ഞാൻ അതിനെ സംബന്ധിച്ച് തിരിച്ചറിയണം. എന്നിട്ട് അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് ചുറ്റുമുള്ള ഭൗതികവും അഭൗതികവുമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും നമുക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാം. നമ്മുടെ കഴിവുകളല്ല, നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് വിഭവങ്ങളില്ലേ? ഭൗതികവും അഭൗതികവുമായ ഒരുപാട് കഴിവുകൾ, ഒരുപാട് സംഗതികളില്ലേ? നമ്മുടെ ഈമാനികമായ, നമ്മുടെ ആത്മീയമായ, നമ്മുടെ ജീവിതത്തിലെ ഐഹിക ജീവിതത്തിൻ്റെതായ ചുറ്റുവട്ടങ്ങളിലുള്ള പല സംഗതികളില്ലേ? നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ പിന്തുണ, നമ്മുടെ മക്കൾ, അങ്ങനെ ഓരോന്നോരോന്നും പടച്ചവൻ തന്നതാണ് അത് എന്ന് മനസ്സിലാക്കണം. ആ വിഭവങ്ങളൊക്കെ, ഇതൊക്കെ വലിയ വലിയ എന്റെ കൈകളിൽ അള്ളാഹു നൽകിയിരിക്കുന്ന വിഭവങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. ഈ ഒരു ചിന്ത വഅൽഖി മാ ഫീ യമീനിക് എന്ന് പറയുമ്പോ നമുക്ക് തോന്നുന്നില്ലേ, ഈ പറഞ്ഞതിനെയൊക്കെ ശരിയായി എങ്ങനെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോ ജീവിതത്തിൽ നമുക്ക് മുന്നേറാൻ സഹായിക്കും. ഇനി ഒന്നുകൂടെ, ചിലപ്പോ നമ്മുടെ മുമ്പിലുണ്ടാകും ചില വെല്ലുവിളികളായിരിക്കും. ഈ പറഞ്ഞതുപോലെയുള്ള സംഗതികളല്ല, സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, സൗഹൃദ വലയങ്ങളിൽ, കുടുംബത്തിലുള്ള പിന്തുണ, ഇങ്ങനെ ഓരോന്നും നമ്മൾ പരിശോധിക്കുമ്പോ നമുക്ക് ചില വെല്ലുവിളികൾ, പ്രതിസന്ധികളൊക്കെ ചിലപ്പോ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. അവയെയും പടച്ചവന്റെ അനുഗ്രഹമായി നമുക്ക് കണക്കാക്കാൻ സാധിച്ചാൽ അവിടെയും നമുക്ക് അവ തരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോ പുതിയ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക്, കൂടുതൽ ശക്തി നേടാൻ നമുക്ക്. അങ്ങനെ ഈ അനുഭവങ്ങൾ നമ്മുടെ ഭാവിയിലെ വിജയങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറിയേക്കാനൊക്കെ സാധ്യതയുള്ള വിധത്തിൽ നമുക്ക് അങ്ങനെയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ കൈകളിലേക്ക് വരുന്ന, നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പലതരത്തിലുള്ള പ്രതിസന്ധികളെയും അവയെ തരണം ചെയ്യാൻ പഠിക്കുന്നു. അപ്പൊ കൂടുതൽ ശക്തി നേടുന്നു. നമ്മുടെ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്ന ജീവിതത്തിൽ, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന വിധത്തിലുള്ള മുതൽക്കൂട്ടുകളാക്കി മാറ്റാൻ നമുക്കത് കൊണ്ടൊക്കെ സാധിക്കുന്നില്ലേ? ഇതിനെ ഇങ്ങനെ വിശദീകരിച്ചു പോവുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല അവസരങ്ങളും കടന്നു വരുന്നുണ്ട്. ആ അവസരങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രയോജനപ്പെടുത്തണമെന്നാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വിജയത്തിലേക്ക് നമുക്ക് കുതിച്ചു ചാടാൻ സാധിക്കും. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഒരു പുതിയ കോഴ്സ് പഠിക്കാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരികയാണ്. ഇതൊക്കെ ചില ഉദാഹരണങ്ങളാണ്.
നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ വന്നതാണ്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ വിജയിക്കൂലേ? അല്ലെങ്കിൽ ഒരു പുതിയ പഠനം നടത്താനുള്ള അവസരം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിജയിക്കാറില്ലേ? തീർച്ചയായും. അതേപോലെ നമുക്കുണ്ടാകുന്ന ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് നമ്മൾ ഓർക്കണം. നമ്മുടെ കൈവശമുള്ളത് മികച്ചതാണ്, അത് ഉപയോഗിച്ച് വിജയിക്കാൻ സാധിക്കുമെന്നുമുള്ള ആത്മവിശ്വാസം വളരെ പ്രധാനമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. ഒരു വ്യക്തമായ ലക്ഷ്യം വെക്കുകയും അതിലേക്ക് എത്താൻ നമ്മുടെ എല്ലാ കഴിവുകളും വിഭവങ്ങളും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വിജയം നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തുക. ഒരു ഹദീസ് കൂടെ കേൾപ്പിച്ചിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. നമുക്ക് ലഭിച്ച അവസരങ്ങളെയും കഴിവുകളെയും അവ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? ആലോചിച്ചു നോക്കൂ, എത്ര ശക്തമായ നിർദ്ദേശങ്ങളായിരുന്നു അത് എന്ന്. 5 കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചില്ലേ? യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, ശബാബക ഖബ്ല ഹിറമിക വസിഹതക ഖബ്ല സഖമിക വഗിനാഅക ഖബ്ല ഫഖരിക വഫറാഅക ഖബ്ല ശുഗ്ലിക വഹയാതക ഖബ്ല മൗതിക. വാർദ്ധക്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ യുവത്വം, രോഗം വരുന്നതിന്റെ മുമ്പ് നിന്റെ ആരോഗ്യം, ദാരിദ്ര്യം വരുന്നതിന്റെ മുമ്പ് നിന്റെ സാമ്പത്തിക ശേഷി, തിരക്ക് വരുന്നതിന്റെ മുമ്പ് നിന്റെ ഒഴിവു സമയം, മരണം വരുന്നതിന്റെ മുമ്പ് നിന്റെ ജീവിതം. ഈ 5 കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതാണ്, പലപ്പോഴും വരാവുന്നതാണ്. യുവത്വത്തിലാണ് വാർദ്ധക്യം വരൂലേ? ആരോഗ്യത്തിലാണ് രോഗം വരൂലേ? സാമ്പത്തിക ശേഷിയുണ്ട്, ദാരിദ്ര്യം വരാമല്ലോ. ഇപ്പോ ഒഴിവ് സമയമുണ്ട്, ജീവിതത്തിൽ തിരക്ക് വരാം. ജീവിതത്തിലാണ്, ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ, ജീവിതത്തിലാണ് ഉള്ളത്. മരണം വരൂലേ? വരും. ഈ 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് നിങ്ങളുടെ കൈകളിലുള്ള, നിങ്ങളുടെ മുമ്പിലുള്ള, നിങ്ങൾക്ക് വന്നു ലഭിച്ചിരിക്കുന്ന ഈ നേട്ടങ്ങൾ അതിനെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നിർദ്ദേശം എന്നുള്ള നിലക്ക് ബുദ്ധിപൂർവം അതിനെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവസാനിപ്പിക്കാം ആ ഭാഗം. കൈവശമുള്ള കഴിവുകളെ ഉപയോഗപ്പെടുത്താതെ അലസമായി നമ്മൾ ഇരിക്കരുതെന്ന് നമ്മുടെ പ്രവാചകൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അദ്ദേഹം പറഞ്ഞത്? അൽ മുഅ്മിനുൽ ഖവിയ്യ് ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ ഇഹ്രിസ് മാ യൻഫഉക വസ്തഇൻ ബില്ലാഹി വലാ തഅജിസ്. ശക്തനായ വിശ്വാസിയാണ് ദുർബലനായ വിശ്വാസിയേക്കാൾ ഉത്തമനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനും. എങ്കിലും എല്ലാവരിലും നന്മയുണ്ട് കേട്ടോ, അതുകൊണ്ട് പേടിക്കണ്ട. എല്ലാവരിലും നന്മയുണ്ട്. ദുർബലനായ വിശ്വാസി, ശക്തനായ വിശ്വാസി, 2 പേരിലും നന്മയുണ്ട്. പക്ഷെ ശക്തനായ ഒരു വിശ്വാസിയാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടം. അവനാണ് ഏറ്റവും ഉത്തമൻ. നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ നീ ആവേശത്തോടെ മുഴുകണം, നീ പ്രവർത്തിക്കണം. എന്തിനാണ് ഈ ശക്തി ഉപയോഗിക്കേണ്ടത്? എന്തിനാണ് ഈ ആവേശം ഉപയോഗിക്കേണ്ടത്? ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ? നിനക്ക് ഉപകാരപ്പെടുന്ന, നിനക്ക് ഈ ലോകത്തും പരലോകത്തും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടാവില്ലേ? ആ സംഗതികളിൽ നിനക്ക് നൽകപ്പെട്ട ഈ ആത്മവീര്യം, നിനക്ക് നൽകപ്പെട്ട ഈ പ്രത്യേകതകൾ, നിനക്കായിട്ട് അള്ളാഹു കനിഞ്ഞു നൽകിയ ഈ ഓരോ സംഗതികളുണ്ടല്ലോ, നിന്റേത് മാത്രമായ, നിങ്ങളുടേത് മാത്രമായ ഒരുപാട് സംഗതികളില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ? ഒരുപാട് പ്രത്യേകതകളില്ലേ? നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ തണലുണ്ട്, ഒത്താശയുണ്ട്, ആശീർവാദമുണ്ട്, സാമ്പത്തികമായ സുസ്ഥിതിയുണ്ട്, വിവരമുണ്ട്, വിജ്ഞാനമുണ്ട്, അതേപോലെ പലതുണ്ട് അല്ലേ നിങ്ങൾക്ക്. ആ കഴിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അതാണ് ട്ടോ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എല്ലാറ്റിലും അള്ളാഹുവിനോട് നിങ്ങൾ സഹായം ചോദിക്കുക. നീ ഒരിക്കലും അലസനാകരുത്, നീ ഒരിക്കലും തളർന്നു പോകരുത്.
വിശ്വാസിയായ ഒരാളെ, ഒരു വിശ്വാസിയെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവേശം കൊള്ളിക്കുകയാണ്. നീ തളരരുത്, നീ അലസനാകരുത്, നീ ആവേശത്തോടു കൂടിയിട്ട് നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിൽ മുഴുകണം. എല്ലാവർക്കും പലപ്പോഴും നന്മ ചെയ്യാൻ സാധിക്കും. ആ നന്മയുടെ കാര്യങ്ങൾ അത് നിന്റെ കൈകളിൽ തന്നെ ഉണ്ട്. ദൂരോട്ടൊന്നും പോകണ്ട. നോക്കൂ, നിങ്ങളിലേക്ക് നോക്കൂ. ആ കൈകളൊന്ന് തുറന്നു നോക്കൂ. എന്നിട്ട് അവിടെ ഒന്ന് വായിച്ചു നോക്കൂ. എന്തൊക്കെയാ ഈ കൈകളിൽ എന്റെ ജീവിതത്തിന്റെ ഇടക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത്. നമ്മൾ ഇനി ഈ ആയത്തിന്റെ അവസാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്ത. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നത് ഒരു പൊതു നിയമം പ്രഖ്യാപിച്ചുകൊണ്ടാണ്. എന്താണ് ആ നിയമം? പറയുന്ന കാര്യങ്ങൾ എന്താ? ഒരു പൊതു നിയമം പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തോടെ അവസാനിക്കുന്നത്. ജാലവിദ്യക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കാൻ പോകുന്നില്ല കേട്ടോ. കാരണം നമ്മളെ പേടിപ്പെടുത്തുന്ന പല സംഗതികളുണ്ടാകും ഈ സാഗരന്മാരുടെ കൈവശം. അവർ ഈ ലോകത്ത് കുതന്ത്രങ്ങളിലൂടെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളുടെയെല്ലാം നിയന്ത്രണം അള്ളാഹു ഇത്തരക്കാർക്ക് നൽകിയിട്ടുണ്ടെന്ന് ആരും തന്നെ കരുതരുത്. ഒരു ജാലവിദ്യക്കാരൻ പല കാര്യങ്ങളും പ്രവർത്തിക്കും. അവൻ അതുമൂലം പല ദ്രോഹങ്ങളും ഉപദ്രവവും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ അനുമതിയോടില്ലാതെ അതുകൊണ്ട് ആർക്കും തന്നെ ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന്. ആളുകളെ ദ്രോഹിക്കാൻ അള്ളാഹു അനുമതി കൊടുക്കും. അവർക്ക് ഇത്തരത്തിലുള്ള സാഹിറന്മാർക്ക് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും അള്ളാഹു പല നിലക്ക് അതിനെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ധൈര്യം നൽകുന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ സാഹിറന്മാരും അവരെ ഭയപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരാഴ്ച പറയാം, അവിടെ പറഞ്ഞു പോകണ്ടല്ലോ സംഗതി ക്ലാസ്. فألقي السحرة سجدا قالوا آمنا برب هارون وموسى فألقي السحرة سجدا قالوا آمنا برب هارون وموسى. അപ്പൊ ഈ ഒരു സംഗതി കണ്ടപ്പോ അവര് പ്രയോഗിച്ച എല്ലാ സിഹിറിനെയും മൂസാ നബി അലൈഹിസ്സലാമയുടെ വടി ആ വമ്പിച്ച മോചിതത്ത് പിടിച്ചു വിഴുങ്ങിയത് കണ്ടപ്പോ ഉടനെ ജാലവിദ്യക്കാർ പ്രണമിച്ചുകൊണ്ട് താഴെ വീണു, സുജൂദ് ചെയ്തുകൊണ്ട് താഴെ വീണു. ഫൗൽക്കിയ താഴോട്ട് വീണു, വീഴപ്പെട്ടു. നേരത്തെ അൽക്കി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇടുക എന്ന അർത്ഥത്തിൽ. ഇവിടെ ഉൽക്കിയ എന്നാ പറഞ്ഞത്. അവർ താഴോട്ട് വീണു. നേരത്തെ അവർ അവരുടെ വടികളും കയറുകളുമാണ് താഴോട്ടിട്ടതെങ്കിൽ ഇപ്പൊ അവരുടെ നെറ്റിത്തടമാണ് താഴോട്ട് വീണിരിക്കുന്നത്. ഉടനെ ആ ജാലവിദ്യക്കാർ പ്രണമിച്ചുകൊണ്ട് താഴെ വീണു. അവർ പറഞ്ഞു, അവർ പറഞ്ഞു, ഞങ്ങൾ ഹാറൂന്റെയും മൂസായുടെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. മൂസായുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ, റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. രക്ഷിതാവ് എന്ന് പറയുമ്പോ അവരിതുവരെ പറഞ്ഞു വന്ന രക്ഷിതാവുണ്ട്. ലോകത്തിന്റെ മുഴുവനും രക്ഷിതാവ് ഫറോവയാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവരൊന്നും കൂടെ ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു, അങ്ങനെ ഫറോവയാകുന്ന രക്ഷിതാവിലല്ല, റബ്ബിലല്ല ഞങ്ങൾ വിശ്വസിച്ചത് കേട്ടോ. ഹാറൂനവ മൂസ, മൂസയുടെയും ഹാറൂന്റെയും മൂസാ നബിയുടെയും രക്ഷിതാവിലാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പോ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോ മൂസാ നബി അലൈഹി സ്വലാം കാണിച്ചത് ജാലമല്ല, കപടമല്ല, മായാജാലമല്ല എന്നൊക്കെ അവർക്ക് മനസ്സിലാവുകയാണ്, സാഗരന്മാർക്ക് മനസ്സിലാവുകയാണ്. അദൃശ്യമായ ഒരു ദിവ്യഹസ്തത്തിന്റെ പ്രവർത്തനമാണ് എന്ന് ആ ജാലവിദ്യക്കാർക്ക്, ജാല വിദഗ്ധന്മാർക്ക് ബോധ്യമാവുകയാണ്.
കളവ് ചെയ്യുന്ന ഇതുവരെ അവർ കാണിച്ചത് കൺകെട്ടാണല്ലോ, കളവുകളാണല്ലോ. അങ്ങനെ കളവ് ചെയ്യുന്നവർക്ക് സത്യം വേഗം ബോധ്യപ്പെടും. കളവ് ചെയ്യുന്ന ആളുകൾക്ക് സത്യം കണ്ടാൽ അവർക്ക് വേഗം മനസ്സിലാകും അത് സത്യമാണ്, ഞങ്ങൾ ചെയ്തത് കളവാണ് എന്നവർക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് അവർ സുജ്ജതൻ, അവർ ഭൂമിയിലേക്ക് സാഷ്ടാംഗം നമിക്കുന്നവരായി വീഴുകയാണ്. ഒന്നുകൂടെ ആലോചിക്കുക. ഒരു വശത്ത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലയിൽ മൂസാ നബി അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുക, തന്റെ ദൗത്യം സ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം വടി സർപ്പമാക്കി കാണിക്കാമെന്ന് വാദിക്കാണ്. അങ്ങനെ അവർ പറഞ്ഞു, ഫറോവയോട് പറഞ്ഞു. മറുവശത്ത് വടി സർപ്പമാക്കി കാണിക്കുന്നത് ദൈവിക ദൃഷ്ടാന്തമല്ല, കേവലം ആഭിചാര വിദ്യയാണ് എന്ന് സ്ഥാപിക്കാൻ ഫറോവൻ ആഭിചാരകന്മാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കേവലം ആഭിചാരമാണ്, അതുകൊണ്ട് അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ള ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ അവിടെ സമ്മേളിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാ ഇത്? ഈ കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടാനാണ്, ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവിടെ ഫറോവയും ഉന്നതരും സാധാരണക്കാരായ മറ്റു പ്രേക്ഷകരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. എന്തിന്? മോചിതത്വം ആഭിചാര കർമ്മവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരത് കൃത്യമായി തിരിച്ചറിയുകയായിരുന്നു ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു സംഭവ വികാസത്തിലൂടെ. അതുകൊണ്ട് തന്നെ ആഭിചാരകന്മാർ തങ്ങളുടെ പ്രകടനത്തിൽ പരാജയപ്പെട്ടപ്പോൾ തങ്ങളെക്കാൾ സമർത്ഥനായ ആഭിചാരകനാണ് മൂസ എന്ന് പ്രഖ്യാപിക്കുകയല്ല അവർ ചെയ്തത്. അവർ യഥാർത്ഥത്തിൽ സർവലോകനാഥനായ അള്ളാഹുവിന്റെ സത്യദൂതനാണ് മൂസാ നബി അലൈഹിസ്സലാം എന്ന് തീർച്ചപ്പെടുത്തുകയും അവർ രണ്ടുപേരെയും, ഹാറൂനെയും മൂസാ നബിയെയും പ്രവാചകന്മാരായി നിയോഗിച്ച അള്ളാഹുവിന്റെ മുമ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയുമാണ് അവർ ചെയ്തത്. സാഗരന്മാർക്ക് കാര്യം ബോധ്യപ്പെട്ടു. പക്ഷെ അവിടെ വലിയൊരു പരാജയം ഉണ്ടായല്ലോ. ഈ പരാജയം ബഹുജനങ്ങളിൽ സൃഷ്ടിച്ച പ്രതികരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ. രാജ്യത്താകമാനം എത്ര വലിയ പ്രത്യാഘാതമാണ് ഇതുകൊണ്ടുണ്ടായിത്തീരുക എന്ന് ഒന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കൂ. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നത്? ആ നാട്ടിലുള്ള എല്ലാവരും സമ്മേളിക്കാൻ പറ്റുന്ന ഒരു സമയവും ഒരു ദിവസവും ഒരു സ്ഥലവും കണ്ടെത്തി ആളുകൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റാവുന്ന രൂപത്തിൽ വലിയൊരു മത്സരം സംഘടിപ്പിച്ച് അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടിയ അത്തരുണത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ഒരു ദൈവിക ദൃഷ്ടാന്തം അവിടെ കാണിക്കുമ്പോ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. വളരെ വലിയതായ പ്രതീക്ഷകളോടുകൂടിയാണ് ഫറോവൻ ആ നാട്ടിലെ ഏറ്റവും ഗംഭീരമായ മേളയിൽ ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മൂസ നീ ആദ്യം ഇട്ടോളൂ, മൂസ നീ സ്ഥലം തെരഞ്ഞെടുത്തോളൂ, മൂസ അതൊക്കെ നിനക്ക് വിട്ടുതന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യസമേതം ഫറോവ മുന്നോട്ട് വന്നത്. അവനൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ തന്നെയാ ജയിക്കുക, ഞാൻ തന്നെയാണ് ഇവിടെ ഏറ്റവും കേമനെന്ന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മുഖേന വടി സർപ്പമാകുന്നത് മൂസാ നബിയുടെ വിശുദ്ധമോ ദൈവികമോ ആയ സിദ്ധിയല്ല, ഏത് ആഭിചാരകനും സാധിക്കുന്ന ഒരു വിദ്യയാണ്. ഈജിപ്തിന്റെ മുക്കുമൂലകളിൽ എത്തുന്ന ബഹുജനങ്ങൾ തങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടറിയുമെന്നായിരുന്നു ആ അഹങ്കാരിയായ ഫറോവ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ തന്ത്രം വലിയൊരു തിരിച്ചടിയാണ് അയാൾക്ക് നൽകിയത്. ഗ്രാമങ്ങളിൽ വന്ന ഈ സാഹിറന്മാർ തന്നെ മൂസാ നബിയുടെ പ്രകടനം സിഹിറല്ല, മറിച്ച് പ്രവാചകന്മാർക്ക് മാത്രം സാധ്യമാകുന്ന യഥാർത്ഥ ദൈവിക ദൃഷ്ടാന്തങ്ങളാണ്, ആയത്തുകളാണ്, മൗജിദത്തുകളാണ് എന്ന് സമ്മതിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ മൂസാ നബി അലൈഹിസ്സലാമയെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്തിലേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു, അവർ മൂസാ നബിയിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ടുണ്ടാകുന്ന അവിടെ ഉണ്ടാകുന്ന വലിയ പ്രത്യാഘാതങ്ങൾ വലിയതായിരിക്കുമെന്ന് അവർക്കറിയാം. പക്ഷേ അവർ ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകുന്നു. ലോകരക്ഷിതാവിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രം അവർ പറയുന്ന പക്ഷം അത് ഫറോവയെ
പറ്റിയാകും തോന്നിപ്പോകുമോ എന്ന് പോകും കരുതിക്കൊണ്ട് അവർ വളരെ കൃത്യമായി പറഞ്ഞു, മൂസാ നബിയും ഹാറൂൻ നബിയും വിശ്വസിച്ചിരിക്കുന്നത് ഏതൊരു സൃഷ്ടാവിനെയാണോ ആ സൃഷ്ടാവിനെയാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് എന്ന് അവരോട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകുമ്പോ അവർ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും ക്രൂരമായ പീഡനങ്ങളെ സംബന്ധിച്ചുള്ള ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് 71 ആയത്തിൽ നമുക്ക് പരിശോധിക്കാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ നമ്മുടെ ഈ ഇരുത്തവും പഠനവും ചിന്തയും ഒക്കെ തന്നെ അള്ളാഹു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ തുലാസിൽ ഖനം തൂങ്ങുന്ന അമലുകളായി ഇതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തുമാറാകട്ടെ. എന്നെ നിങ്ങളെയും ഒക്കെ അള്ളാഹു ഏറ്റവും ഹൈറായ വഴിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഈമാനോടുകൂടി മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ഒക്കെ അള്ളാഹു തുണക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുട്ടികളിലും നമ്മുടെ മാതാപിതാക്കളിലും നമ്മുടെ സഹോദരികളിലും ഒക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് പുറപ്പെട്ടു പോയിട്ടുള്ള പല സഹോദരങ്ങളും സുഹൃത്തുക്കളും അവരുടെ കുടുംബാദികളും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وجزاكم الله خير. السلام عليكم ورحمة الله وبركاته.